ഇത് കണ്ടില്ലേ, നമ്മളാണ് ഫുൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇത് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ നമ്പർ ബോർഡ് വരെ മുങ്ങി. പക്ഷേ ഇപ്പോൾ വെള്ളം ഇറങ്ങിയതാണ്. പക്ഷേ എങ്കിൽ കുറച്ച് ഒരു 3-4 ദിവസം മുന്നേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി തന്നെ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ്. ഇല്ല നീ ബ്രോ, അല്ലാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ ഉള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ, എല്ലാവരുടെയും വീട്ടിൽ വെള്ളവും കയറി, നമുക്ക് മീൻ പിടി. അവരുടെയൊക്കെ അവസ്ഥ വല്ലാത്ത അവസ്ഥയായിരുന്നു. എന്തായാലും വെള്ളമൊക്കെ കുറേ ഇറങ്ങി, വീടുകളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി. ഒരു രക്ഷയില്ലാത്ത അവസ്ഥ ഇതുണ്ടോ. നിൽക്കുന്ന മറ്റേ ആ പുല്ലുംകെട്ടിൻ്റെ ഏറെക്കുറെ 3/4 ഭാഗത്തോളം വെള്ളം ഉണ്ടായിരുന്നു. അതായത് ഞാനിവിടെ നിൽക്കുന്ന എനിക്ക് നിലയില്ല, ഈ റോഡിൽ നിൽക്കുന്ന എനിക്ക് നിലയുണ്ടാവാൻ ചാൻസ് ഇല്ല, അത്രയ്ക്ക് വെള്ളം പൊങ്ങിയ സ്ഥലമാണ്. വണ്ടി ഞങ്ങൾ തെള്ളുക, കാരണം സൈലൻസറിനകത്തൊക്കെ ഓൾറെഡി വെള്ളം കയറി. എന്തായാലും കൊണ്ടുവന്ന് ഒരു 10 മിനിറ്റ് കരയ്ക്ക് നിർത്തി വെച്ചിട്ട് വേണം സ്റ്റാർട്ടാക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവാൻ ചാൻസ് ഇല്ല. വണ്ടി ഒന്ന് വൃത്തിയായി എന്തായാലും. എനിക്ക് സ്റ്റാൻഡ് നിർത്തട്ടെ. അയ്യോ, ഞങ്ങളിപ്പോൾ 1 കിലോമീറ്റർ ഏറെക്കുറെ തള്ളി. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ ഭ്രാന്താണ് ഇത്രയും വെള്ളത്തിനകത്തുള്ള വണ്ടിയിൽ നിന്ന് കൊണ്ട് പോകാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടമല്ല, ഇത് കണ്ടത്തിന് നടുക്കൂടുള്ള റോഡാണ്, ടാർത്ത റോഡാണ്. ആ അവസ്ഥയാണ് ഇവിടെ. ഇത് കണ്ടോ, നല്ലൊരു റോഡാണ്, അതൊക്കെ മുങ്ങി. ഇപ്പം തന്നെ എൻ്റെ മുട്ടറ്റം വെള്ളമുണ്ട്. ഹലോ പങ്കാളികളെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ, ഇതിൻ്റെ പിന്നിലൊരു കഥ കൂടിയുണ്ട്. അതുകൂടി ഞാൻ പറയാം. അത് സംഭവം അടിപൊളിയാണ്, നിങ്ങൾക്കൊക്കെ നാളെ ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ആ കാണിച്ച വീഡിയോയിൽ എൻ്റെ വണ്ടിയുടെ നമ്പർ ബോർഡ് ഏകദേശം മുങ്ങിയ ഒരവസ്ഥയിലാണ്. മുങ്ങിയില്ല, അത്രത്തോളം വെള്ളത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ആദ്യമേ വണ്ടി ഓടിച്ച് വെള്ളത്തിലേക്ക് ഓടിച്ചിറക്കി, വണ്ടി ആദ്യത്തിൽ ഓഫായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തെള്ളി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വന്ന് ഒരു വെള്ളമില്ലാത്തൊരു ഭാഗത്ത് വന്നപ്പം അവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് കിക്കിലർ അടിച്ച് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ സ്റ്റാർട്ടായി, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറച്ചും കൂടി സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നല്ല വെള്ളമായിരുന്നു. അപ്പോൾ ഓഫാകുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ, വെള്ളം കയറുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ നിർത്തി ഉരുട്ടി. ഏറെക്കുറെ നല്ലൊരു ദൂരം ഉണ്ടായിരുന്നു ഉരുട്ടാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉരുട്ടി. അന്നേരമുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്ന് കരയ്ക്ക് കയറി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, കരയ്ക്ക് കയറി കഴിഞ്ഞ് ഞങ്ങൾ സെൻറ്റർ സ്റ്റാൻഡ് വെച്ച് കിക്കിലർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ഞങ്ങൾ സെൻറ്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി ഫ്രണ്ടിലോട്ട് എടുത്തപ്പോൾ വണ്ടി അങ്ങ് നിന്നു, സ്റ്റോപ്പായി. എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ടോട് കൂടി അങ്ങ് വണ്ടി ഓഫായി. പിന്നെ ഞങ്ങൾ കിക്കിലർ അടിച്ചിട്ട് കിക്കിലർ താരുന്നില്ല, കയറി ജാമായി. അപ്പം ആകെ ഒരു ടെൻഷനായി, എന്താണ് സംഭവം എന്നുള്ളത്. കാര്യം ഞങ്ങൾ നിന്ന കുറച്ച് ഉള്ളിലാണ്, മെയിൻ റോഡിലോട്ടൊക്കെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ ഉള്ളൊരു സുഹൃത്തിനെ വിളിച്ച് പുള്ളിക്കാരൻ വർക്ക്ഷോപ്പിലെ നമ്പർ തന്ന് അവരെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞത് വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ എത്തിക്കണം, എങ്കിൽ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, അവിടെ വരെ വരാൻ പറ്റില്ല, തിരക്കാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ, വർക്ക്ഷോപ്പിലുള്ള സുഹൃത്തിനെ വിളിച്ചപ്പം സുഹൃത്ത് കാര്യം പറഞ്ഞത് ചിലപ്പോൾ പിസ്റ്റം പിടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ബെൽറ്റ് കയറി ജാമായിരിക്കാം, എന്ത് സംഭവിക്കാം. അപ്പം പിസ്റ്റം പിടിച്ചാന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ കിളി പോയി. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഡൗട്ട് എഞ്ചിനകത്ത് എങ്ങനെ വെള്ളം കയറും എന്നുള്ളതായിരുന്നു. കാര്യം അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു എഞ്ചിനകത്ത് ഓയിലൊക്കെ പക്ക നീറ്റായിട്ട് ഇതാവുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനെ വെള്ളം കയറി അല്ലെങ്കിൽ പിസ്റ്റൻ ജാമാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്ന ഒന്നേ പിസ്റ്റൻ ജാമായിരിക്കും, പിന്നെ അത് അടിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് നിങ്ങളോട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ചൂണ്ടക്കാർ പൊതുവെ എല്ലാവരും വെള്ളത്തിനകത്തൂടെയും അവിടെ ഇവിടെയൊക്കെ വണ്ടിയൊക്കെ അടിച്ച് കൊണ്ടുപോകലുണ്ട് പതിവ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇനി അതുപോലെ പെടരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ നല്ല വിശ്വാസമായിരുന്നു എനിക്ക് ആ വണ്ടി അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പിന്നെ പെട്ടിയോട്ട പെട്ടിയോട്ടയ്ക്കകത്ത് കയറ്റി. ശരിക്കും എൻ്റെ റിലേ പോയതുകൊണ്ട് എനിക്കതൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല, നന്നായിട്ട് ടെൻഷനായി. അങ്ങനെ എന്തായാലും പെട്ടിയോട്ടയ്ക്കകത്ത് കയറ്റി ഞങ്ങൾ വർക്ക്ഷോപ്പിൽ എത്തിച്ചപ്പം അപ്പോഴും എൻ്റെ ടെൻഷൻ പിസ്റ്റം പിടിച്ചോ എന്നുള്ളതാണ്. വേറെ എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഇതിനും പരിഹാരമുണ്ട്. എങ്കിൽ പോലും കുറച്ച് ദിവസം വണ്ടി അവിടെ ഇട്ടേക്കേണ്ടി വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, പുള്ളിക്കാരൻ അത് അഴിച്ചപ്പോഴത്തേക്കും അപ്പം ആദ്യം തന്നെ ഓയിൽ അഴിച്ചുവിട്ടപ്പം വെള്ളം ഞാൻ ജസ്റ്റ് തുറന്ന് അന്നേരം നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നും കണ്ടില്ല. പക്ഷേ പുള്ളി അത് തുറന്ന് ഓയിൽ അഴിച്ചുവിട്ടപ്പം ഒരു 5-6 തുള്ളി വെള്ളം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഓഫായെന്ന് പറഞ്ഞു. അങ്ങനെ അഴിച്ചുവിട്ട് ഓയിൽ മാറി. അപ്പം പുള്ളി പറഞ്ഞു എന്തായാലും ഭാഗ്യത്തിന് പിന്നീട് അടിക്കാത്തത് കൊണ്ട് വണ്ടി പിസ്റ്റം പിടിച്ചിട്ടില്ല. പിന്നെ ഗിയർ ഓയിലും കൂടെ അഴിച്ചുവിട്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി നമ്മുടെ ഗ്രാസിയാണ്, ഹോണ്ടയുടെ. വണ്ടിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല കേട്ടോ, പക്ക നീറ്റ് വണ്ടിയാണ്. എന്നിപ്പോൾ ഒരു 4-5 കൊല്ലം കൊണ്ട് ഇഷ്ടം പോലെ ഓടിയിട്ടുണ്ട്. ഒരു 4 കൊല്ലത്തോളമായി, അതുകൊണ്ട് 10,000-70,000 കിലോമീറ്ററോളം വണ്ടി ഓടി. അതെല്ലാം ഈ ഫിഷിങ്ങിന് വേണ്ടി ഓടിയതാണ്. അപ്പം ഇതുവരെ യാതൊരുവിധ പ്രോബ്ലം ആ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വണ്ടിയോട് യാതൊരുവിധ നെഗറ്റീവും പറയാനില്ല, അത്രയ്ക്ക് നീറ്റ് വണ്ടിയാണ്. ഓയിലൊക്കെ പക്കയായിട്ട് മാറുന്നതായിരുന്നു.
അപ്പോൾ അങ്ങനെ എന്തായാലും പുള്ളി അത് അഴിച്ചു വിട്ട് ഗിയർ ഓയിൽ അഴിച്ചു വിട്ടപ്പം അവിടെയാണ് ഞെട്ടിയത്. ശരിക്കും ഗിയർ ഓയിൽ മാറിയപ്പോഴാണ് അതിനകത്ത് ഫുള്ള് വെള്ളം കയറിയിട്ട് ഗിയർ ഓയിലിൻ്റെ കളർ തന്നെ മാറി. ശരിക്കും എന്താ പറയുക, പാല് കളറായി, പാല് പോലെ വെള്ള, അത്രയ്ക്ക് വെള്ളയായി. അപ്പം പുള്ളി പറഞ്ഞ് ശരിക്കും വെള്ളം ഇതിനകത്ത് കയറി, അതാണ് ഇത്രയും വെള്ളമായതെന്ന് പറഞ്ഞു. പൊതുവേ അത് ചിലപ്പം കുറേ ഓടി കഴിയുമ്പോഴത്തേക്ക് വെള്ളമാവുമായിരിക്കും, പക്ഷേ ഇതിപ്പോൾ വെള്ളം കയറിയോണ്ടാണ് ഇത്രയും ഇതായിട്ട് ഓയിൽ മോശമായതെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഗിയർ ഓയിലും മാറി. പിന്നെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓഫായതിന് ശേഷം അത് കിക്ക് ലിവർ എങ്ങനെയെങ്കിലും അടിച്ച് താക്കാൻ നോക്കാഞ്ഞത് വളരെയധികം നന്നായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അത് ഉറപ്പായിട്ടും പിസ്റ്റം പിടിച്ചിരുന്നെങ്കിൽ നല്ല പണിയായനെ, നല്ല രീതിയിൽ പൈസയും ആവും, നല്ല ടൈം കൊടുക്കും, നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ എന്തായാലും വണ്ടി വെള്ളത്തിൽ ഇറക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ ഉരുട്ടി വണ്ടി സ്റ്റാർട്ടായി പോയാലും ഒരുവിധം പ്ലാറ്റ്ഫോം മുങ്ങുന്ന രീതിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇറക്കരുത്. എന്താ പറയുക, അതിനൊക്കെയുള്ള വണ്ടികളുണ്ടാവും, വെള്ളത്തിൽ കൂടെയും ഓടിക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ആ റൈഡിന് പറ്റിയ വണ്ടികളാണെങ്കിൽ ഓക്കെ. അതല്ലാത്ത പക്ഷം നമ്മൾ സാധാരണക്കാർ ചെറിയ വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ, ആക്റ്റീവ മോഡലുള്ള വണ്ടികൾ ഉപയോഗിക്കുമ്പോൾ പ്ലാറ്റ്ഫോം ഓളം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനകത്തോടെ ഇറക്കി കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും. മെയിൻ റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ശരിയാക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മനസ്സിൽ വെച്ചേക്കണം. ചാടി ഇറങ്ങി മീനുണ്ട് അവിടെ ഉണ്ട്, എന്നാൽ പിന്നെ വെള്ളത്തിനകത്ത് നമ്മൾ വണ്ടി ഉണ്ടല്ലോ പറന്നങ്ങോട്ട് പോയേക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഞാൻ അങ്ങനെ കരുതിയതാണ് ഈ പെട്ടത്. ഏറെക്കുറെ ഒരു 3-4 മണിക്കൂറോളം നമ്മൾ ടെൻഷൻ അടിച്ച്, നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച്. അപ്പം ഓക്കെ, അപ്പോൾ ഇനി ആരും അങ്ങനെ പെടാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ആദ്യം ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നിങ്ങളെ ആ വീഡിയോയുടെ ഒരു എന്താ പറയുക ഗൗരവം മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ വെള്ളം പൊങ്ങിയതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേങ്കിൽ പണി പാളിപ്പോയി. അത് കഴിഞ്ഞായിരുന്നു ശരിക്കും ഗൗരവമായ വിഷയമൊക്കെ ഉണ്ടായത് അത് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, വണ്ടിയിലൊക്കെ പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. ഓക്കെ, അപ്പം ബൈ.